പശ്ചിമഘട്ട വനനിരകളിലെ ഉൾക്കാടുകളിലൂടെയോ ആദിവാസി ഊരുകളിലൂടെയോ അല്ല നമ്മൾ സഞ്ചരിക്കുന്നത്. ഈ കൊടും കാട്ടിനുള്ളിൽ ഒരു പാവ മനുഷ്യൻ പുറംലോകം അധികമറിയാതെ ജീവിക്കുന്നുണ്ട്. ഇത് പുനലൂരിൽ നിന്നും അല്പമകലെ താമരപ്പള്ളി എന്ന മുനിസിപ്പൽ വാർഡിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ നിന്നും വെറും 200 മീറ്റർ പിന്നിട്ടാൽ മതി ഉൾവനത്തിന്റെ പ്രതീതിയുള്ള ഈ സ്ഥലത്തെത്താം. ആരുടെയും ഒളിത്താവളമല്ലിത്. തകർന്നുപോയ പഴയ ബംഗ്ലാവുകളുടെ അവശിഷ്ടങ്ങളുമല്ല. ഒരു പാവം വൃദ്ധൻ അന്തിയുറങ്ങുന്ന ഇടമാണ്. സ്വന്തം വീട്ടിൽ ഈ ചുറ്റുപാടിൽ കഴിയേണ്ടി വന്ന നിസ്സഹായനായ ഗൃഹനാഥന്റെ ജീവിത ദുരന്തം ആരെയും അമ്പരപ്പിക്കും. ഉറ്റവരുടെയും ഉടയവരുടെയും കൊടും ചതിക്കിരയായി ജീവിതം തകർന്നുപോയ മുരളീധരനാണിത്. പരിചയക്കാർക്കെല്ലാം മുരളീധരൻ മാമനാണ്. പക്ഷേ ഈ മനുഷ്യന്റെ ജീവിത ദുരിതം അധികമാർക്കും അറിയില്ല. ഉടുതുണിക്ക് മറുതുണിയില്ലാതെയും ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെയും കഴിയുന്ന മുരളീധരൻ ഇന്ന് 6 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതയുള്ള ആളാണ്. ഒരു കാലത്ത് ഏക്കർ കണക്കിന് ഭൂസ്വത്തുണ്ടായിരുന്ന മുരളീധരൻ ലക്ഷങ്ങളുടെ കടക്കാരനായത് കൊടും ചതിയുടെ ഇരയായതിലൂടെയാണ്. ഉറുകുന്ന സർവീസ് സഹകരണ ബാങ്കിലാണ് മുരളീധരൻ 6,15,000 രൂപ അടയ്ക്കേണ്ടത്. ഒരു ചില്ലിക്കാശ് പോലും ബാങ്ക് വായ്പയിൽ നിന്ന് മുരളീധരന് ലഭിച്ചിട്ടില്ല. അതിനേക്കാൾ അമ്പരപ്പിക്കുന്നത് മുരളീധരൻ ഉറുകുന്ന ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടില്ല എന്നതിലാണ്. പക്ഷേ മുരളീധരന്റെ 89 സെന്റ് വസ്തുവിന്റെ ആധാരം ഈടാക്കി നൽകിയാണ് വായ്പ എടുത്തിരിക്കുന്നത്. ഇവിടെയാണ് കൊടും ചതിയുടെ ചുരുളഴിയുന്നത്. പ്ലാച്ചേരി താമരപ്പള്ളി കളിയിൽ വീട്ടിൽ മുരളീധരന്റെ അമ്മയുടെ പേരിലുള്ളതാണ് വസ്തുക്കൾ. അമ്മയുടെ മരണശേഷം വസ്തുക്കളുടെ ഉടമസ്ഥാവകാശം മുരളീധരനായി. ഏക്കർ കണക്കിന് സ്ഥലം മുരളീധരനിൽ നിന്ന് കൈക്കലാക്കിയത് സ്വന്തം അനുജനാണ്. 5000 രൂപയും ഒരു ഊണും വാങ്ങി നൽകി അനുജൻ ഭൂമി എഴുതി വാങ്ങിയത്രേ. പിന്നെ ഇവർ ഈ ഭൂമി വിറ്റ ശേഷം എഴുകോണിലേക്ക് താമസം മാറി. ആർമിയിൽ കേണലാണ് മുരളീധരന്റെ സഹോദരൻ. സഹോദരനും കുടുംബവും പോയതോടെ 89 സെന്റ് വസ്തുവിന്റെ അവകാശം മാത്രമായി മുരളീധരന്. പഴയ കുടുംബ വീട്ടിൽ തനിച്ചായിരുന്നു മുരളീധരന്റെ താമസം. നിരാലംബനായ മുരളീധരൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു. ഭക്ഷണത്തിന് പോലും ഗതിയില്ലാതായി. നല്ല കൃഷിക്കാരനെന്ന് ഖ്യാതി നേടിയിരുന്ന മുരളീധരൻ തകർന്നു തുടങ്ങിയ വീട്ടിൽ ഒതുങ്ങിക്കൂടി. വാർദ്ധക്യത്തിൽ പിടികൂടിയ രോഗങ്ങൾ കൃഷിജോലികൾ പോലും ചെയ്യാനാകാത്ത വിധം മുരളീധരനെ തളർത്തി. ഇതിനിടെ കലയനാട് അടിവേലിൽ മുഹൂർത്തിക്കാവിനടുത്ത് താമസിക്കുന്ന ദമ്പതികൾ മുരളീധരന്റെ വീട്ടിലെ സന്ദർശകരായി. സൗഹൃദത്തിനിടെ മുരളീധരന്റെ വീട്ടിൽ നിന്നും ഇവർ 89 സെന്റ് വസ്തുവിന്റെ പ്രമാണം കൈക്കലാക്കുകയായിരുന്നുവെന്നാണ് മുരളീധരൻ പറയുന്നത്. അതിനുശേഷം ആ പ്രമാണം തിരിച്ചു തരാതെ വീണ്ടും ഏതാണ്ട് 1.5 ലക്ഷം എടുത്തു. ഞാനറിയാതെ ഇപ്പോഴതിന് ജപ്തി നോട്ടീസ് വരുമ്പോഴാണ് അറിയുന്നത്. ഞാൻ പ്രമാണം തിരിച്ചു. ആരാ പ്രമാണം? സത്യൻ ഉറുകുന്നവരെ. വേറെ ബാലനുണ്ട്, ബാലസ്വാമി. പോലീസിൽ പരാതിപ്പെട്ടോ? പോലീസ് പരാതിപ്പെട്ട്. പ്രമാണം വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടത് മുരളീധരൻ അറിയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഉറുകുന്ന സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പാ കുടിശ്ശിക അടയ്ക്കാനുള്ള കത്ത് മുരളീധരനെ തേടി എത്തിയപ്പോഴാണ് താൻ അറിയാതെ ലക്ഷങ്ങൾ തന്റെ വസ്തുവിന്റെ പ്രമാണം ഈടാക്കി വായ്പ എടുത്തിരിക്കുന്ന സത്യം മുരളീധരൻ അറിഞ്ഞത്. ഇപ്പോൾ വായ്പാ കുടിശ്ശിക 6 ലക്ഷം കവിഞ്ഞു. മുരളീധരന്റെ സ്വന്തം ഭൂമി ബാങ്കുകാർ ജപ്തി ചെയ്ത് പണം ഈടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സംരക്ഷണമില്ലാത്തതിനാൽ മുരളീധരന്റെ കുടുംബ വീട് പൂർണ്ണമായും തകർന്നു വീണു. മേൽക്കൂരയുടെ അവശേഷിക്കുന്ന ഭാഗങ്ങളുടെ മറവിലാണ് മഴയും വെയിലുമേറ്റ് മുരളീധരൻ എന്ന ഭൂവുടമയുടെ താമസം. തോർത്തു മാത്രമേ ഉടുക്കുവാൻ ഈ വൃദ്ധനുള്ളൂ. ഭക്ഷണം മിക്കപ്പോഴും സമീപവാസികളിൽ ചിലർ നൽകും. പറമ്പിലെ മരച്ചീനിയും മറ്റും പിഴുതെടുത്ത് പച്ചയോടെ കഴിച്ചാണ് ചിലപ്പോൾ വിശപ്പടക്കുന്നത്. മുരളീധരൻ എന്ന എല്ലാവരുടെയും മാമന്റെ സങ്കട ജീവിതത്തിനിടയാക്കിയവർ ഇപ്പോഴും സുഖലോലുപരായി കഴിയുന്നു. കിടപ്പാടം ബാങ്കുകാർ ജപ്തി ചെയ്യാതിരിക്കാൻ ഇപ്പോൾ പോലീസിന്റെ സഹായം തേടിയിരിക്കുകയാണ് പാവം വൃദ്ധൻ. വീട്ടിൽ നിന്ന് സൗഹൃദത്തിന്റെ മറവിൽ പ്രമാണം മോഷ്ടിച്ച് ബാങ്കിൽ വായ്പ എടുത്തവർക്കെതിരെ മുരളീധരൻ പുനലൂർ എസ്ഐക്ക് പരാതി നൽകിയിരിക്കുകയാണ്. മുരളീധരൻ എന്ന വൃദ്ധനെ തേടി തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും ആരും എത്താറില്ല. റേഷൻ കാർഡോ വോട്ടർ പട്ടികയിൽ പേരോ ഇല്ലാത്ത മുരളീധരനെ ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും ഉപേക്ഷിച്ചിരിക്കുന്നു. പുനലൂരിനടുത്ത് ഒരു ഗ്രാമത്തിൽ വനനടുവിലേന് സമാനമായി ജീവിക്കുന്ന വൃദ്ധന് സമാശ്വാസമേകുവാൻ താമരപ്പള്ളിയിലെ വാർഡ് കൗൺസിലർ പോലും തയ്യാറാകാത്തത് സങ്കടകരമാണ്. തലചായ്ക്കാൻ ഒരു വീടെങ്കിലും ഈ വൃദ്ധന് നിർമ്മിച്ചു നൽകാൻ മുനിസിപ്പൽ അധികൃതർ തയ്യാറാകണം. ജപ്തി മൂലം തെരുവിലേക്ക് വൃദ്ധനെ എത്തിക്കാതെ കൊടും ചതിയിലൂടെ സർവ്വതും നശിപ്പിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സന്മനസ്സുള്ളവരുടെ സഹായം വേണം. ഫോക്സ് ടിവി ന്യൂസ് ബ്യൂറോ, പുനലൂർ.